ഏതായാലും മജിസ്ട്രേറ്റിനെ കാണാൻ പോകുമ്പോഴും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഒക്കെ അദ്ദേഹം വീട്ടിൽ വെച്ച് പറഞ്ഞതിനേക്കാൾ ഒരു പടി കൂടി കടുപ്പിച്ചാണ് പറയുന്നത്. അതിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ്. മുമ്പത്തെ പോലെ തന്നെ പി ശശിക്കും അജിത് കുമാറിനും ഒക്കെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം CPM-നെ കൂടി വിജയരാഘവന്റെ പ്രസംഗം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഏറ്റവും ഒടുവിലത്തെ പരാമർശം വന്നതെന്നും ശ്രദ്ധേയമാണ്. അതെ, വർഗീയമായിട്ടുള്ള കാരണങ്ങൾ കൂടിയാണ് തന്റെ ഈ അറസ്റ്റിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് പി വി അൻവർ ഇപ്പോൾ അവസാനമായി പറഞ്ഞു വച്ചിരിക്കുന്നത്. അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴും ഒക്കെ മാധ്യമങ്ങളെ കണ്ടിരുന്നു, അതിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുൻപാകെ എത്തുന്ന അതിന്റെ തൊട്ട് മുൻപ് വരെ ഇതേ കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. വർഗീയമായിട്ട് തന്നെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ദാവൂദ് ഇബ്രാഹിമോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വീരപ്പരോ ഒന്നുമല്ല. എന്നിട്ടും എന്തായിരുന്നു താൻ ചെയ്ത തെറ്റ്? ജനകീയമായിട്ടുള്ള ഒരു യാത്രയിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ജനകീയമായിട്ടുള്ള ഒരു പിന്തുണ പല ഭാഗത്തു നിന്നും തനിക്ക് ലഭിക്കുന്നുണ്ട്. UDF നേതാക്കളുടെ പിന്തുണ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്നു എന്നുള്ളതാണ് അദ്ദേഹം അവസാനം പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജഡ്ജ് ആയിട്ടുള്ള ജഡ്ജി സാറ ഫാത്തിമയ്ക്ക് മുൻപിലാണ് അദ്ദേഹത്തെ ഹാജരാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അത് ഒന്ന്, പോലീസുകാരനെ ഈ ഒരു DFO ഓഫീസിലേക്കുള്ള ഉപരോധത്തിന്റെ സമയത്ത് അത് അക്രമാസക്തമായപ്പോൾ പോലീസുകാരനെ നിലത്തേക്കിട്ട് ചവിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് ഒരു വകുപ്പ്. രണ്ടാമതുള്ളത് പൊതുമുതൽ നശിപ്പിച്ചു. അത് PPDP ആക്ട് പ്രകാരമുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ 2 കേസുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതിലാണ് ജാമ്യം ലഭിക്കാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും അപ്പോൾ ഇതിൽ ജാമ്യം ലഭിക്കില്ല എന്നുള്ളതാണ് MLA പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാളെ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമം കോടതിയിൽ നടത്തും എന്നുള്ളത് കൂടി ഇപ്പോൾ പറയുന്നുണ്ട്. ഇനി ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. പുറത്ത് നിരവധി DMK-യുടെ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ ഈ കോടതിയുടെ അകത്താണ് മജിസ്ട്രേറ്റിന്റെ വീടുള്ളത്. ആ പ്രദേശത്തേക്ക് തമ്പടിക്കുകയാണ്. ഒപ്പം തന്നെ അത്രത്തോളം പോലീസുകാരും ആ വീട്ടിലുണ്ടായിരുന്ന അത്ര ഇല്ലെങ്കിൽ പോലും പോലീസുകാരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഇനി സംഭവിക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ കോടതിയുടെ ഒരു നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് കാണേണ്ട ഒരു കാര്യമുള്ളത്. ഇതിന് പിന്നിൽ അജിത് കുമാറിന്റെ കൈകളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടുണ്ട്. അവിടെ എത്തിയ പോലീസുകാരോട് DYSP-മാരോട് ചോദിച്ചിരുന്നു ഈ അറസ്റ്റിന്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ അറസ്റ്റ് എന്തുകൊണ്ടാണെന്ന്. അത് മുകളിൽ നിന്നുള്ള ഓർഡറാണ് അറസ്റ്റിലേക്ക് നീങ്ങണം എന്നുള്ളത് മാത്രമാണ് അവരുടെ കയ്യിൽ നിന്നുള്ള ഒരു മറുപടി കിട്ടിയത്. അത് താൻ പ്രതീക്ഷിച്ചതാണ്. ഇതിനു മുൻപ് തന്നെ ഈ അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് ഇപ്പോഴാണ് അത് ഉണ്ടായിട്ടുള്ളത്. ഇത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കരുതിക്കൊണ്ട് ആണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും PV അൻവർ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ UDF-ന്റെ ഭാഗത്തു നിന്നൊക്കെ PV അൻവറിന് ഒരു അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ പറയുന്നത് ഇത്തരമൊരു അറസ്റ്റ് ഒഴിവാക്കേണ്ടതായിരുന്നു. ഒരു MLA ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഒരു കത്ത് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഹാജരാകാവുന്ന ഒരാൾ തന്നെയാണ്. പിന്നെയും എന്തിനാണ് ഇത്തരത്തിലൊരു ഭീകരത അവിടെ ഉണ്ടാക്കിയത് എന്നുള്ളൊരു ചോദ്യം രമേശ് ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നു. ഒരു UDF-ന്റെ പ്രവേശനത്തിനൊക്കെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നതും ഒപ്പം മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്നു. അക്കാര്യത്തിലൊക്കെ UDF-ന്റെ ഭാഗത്തൊരു അനുകൂല PV അൻവറിനുമായിട്ടുള്ള ഒരു സ്വരം വരികയും ചെയ്യുന്നത്. ദിപിൻ, സ്വാഭാവികമായും ഇതേ കേസിൽ തന്നെയാണ് മുമ്പ് 2 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. അവർക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നു. അവരെ റിമാൻഡ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഈ കേസിലും അല്ലെങ്കിൽ തനിക്കെതിരെയും ഇതേ നടപടി ഉണ്ടാകുമെന്ന് അൻവർ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പോകുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം പറയുന്നു, അതാണ് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്നതിന് തൊട്ട് മുൻപും അദ്ദേഹം പറയുന്നത് ഇതിൽ ജാമ്യം കിട്ടാനുള്ള ഒരു ഉദ്ദേശവുമില്ല, അല്ലെങ്കിൽ അത് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ രാത്രിയായില്ലേ, നാളെ ഇതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തും. അപ്പോൾ ജാമ്യത്തിന് വേണ്ടി നാളെ കോടതിയിൽ സമീപിക്കും എന്നുള്ളത് തന്നെ അൻവർ പറയുന്നുണ്ട്. ഏകദേശം അല്പസമയത്തിനകം തന്നെ എന്തായിരിക്കും ഈ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട്, കോടതി എന്താണ് ഇതിൽ വിധിക്കുക എന്നുള്ളത് അറിയാൻ സാധിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഒരു 5 മാസമായി നിലനിന്നിരുന്ന ഒരു CPM-ഉമായിട്ടുള്ള പടലപ്പിണക്കം, അതിനുശേഷമുള്ള വാക്പോര്, അത് ഓരോ തവണയുമാവുന്നു. DMK രൂപീകരണം ഉണ്ടാകുന്നു. പിന്നീട് പല പാർട്ടികളിൽ ലയിക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ഇങ്ങനെ കൊണ്ടും കൊടുത്തും ഇടതുപക്ഷവും PV അൻവറുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയത്തൊക്കെ പറയുന്നത് MR അജിത് കുമാറിനെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, ആ ഒരു നെക്സസിനെതിരെ PV അൻവർ പറഞ്ഞുകൊണ്ടേയിരുന്നിരിക്കുന്നു. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഒരു അറസ്റ്റ് നടപടിയിലേക്ക് എത്തിയിരിക്കുന്നു. ആ അറസ്റ്റ് നടപടിയിലേക്ക് എത്തിയത് വനം വകുപ്പിന്റെ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച് അതിന്റെ പൊതുമുതൽ നശിപ്പിച്ചു എന്നിട്ടുള്ള
കേസിലാണ്. അതിലെ ഒന്നാം പ്രതിയായിട്ടാണ് ഇപ്പോൾ PV അൻവറിനെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എന്തായിരിക്കും അതിൽ കോടതി വിധി എന്നുള്ളത് അറിയാൻ സാധിക്കും. റിമാൻഡിലാവുകയാണെങ്കിൽ മഞ്ചേരി സബ് ജയിലിലേക്കായിരിക്കും കൊണ്ടുപോവുക. അതിനുശേഷം നാളെ ജാമ്യത്തിനുള്ള ശ്രമം താൻ നടത്തും എന്നുള്ളതും ഇപ്പോൾ PV അൻവർ പറയുകയാണ്. വീട്ടിലേക്ക് ഏകദേശം ഒരു 8 മണിയോടുകൂടി വീട് പൂർണ്ണമായും പോലീസ് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. അദ്ദേഹം ഒരു ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നത് കൊണ്ട് മാത്രമാണ് കുറച്ച് സമയമെങ്കിലും അവിടെ ഇരിക്കാൻ പറ്റിയത്. ഏകദേശം 1 മണിക്കൂറെങ്കിലും വൈകാൻ കഴിഞ്ഞത്. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും അറിയുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് അവിടെ നടന്നത് എന്നുള്ളതും വ്യക്തമാണ്. അല്ലെങ്കിൽ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാനുള്ള ഒരു നീക്കമാണ് ആദ്യഘട്ടത്തിൽ നടന്നത് എന്നുള്ളതും വ്യക്തമാവുകയാണ്. ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ ഈ കോടതി വളപ്പിലേക്ക് എത്തുന്ന കാഴ്ച, DMKയുടെ ഉൾപ്പെടെ പ്രവർത്തകർ എത്തുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതിനനുസരിച്ചുള്ള പോലീസുകാരുമുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ഏതായാലും ഒരു ഞായറാഴ്ച ദിവസം തന്നെ ഇങ്ങനെ രാത്രി അറസ്റ്റ് ചെയ്യുന്നു. അതിന് അതിവേഗം ജയിലിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് മുന്നിലേക്കൊക്കെ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നീക്കുന്നു. അതിൽ നിന്ന് തന്നെ ഈ സർക്കാരിന്റെ തീരുമാനം അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ചടുലമായ നടപടികൾ ഉണ്ടാകുമ്പോൾ അതിലൊക്കെയും പ്രതിപക്ഷം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളടക്കം അതൊരു തീരുമാനമാണ്, രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി ഉള്ള തീരുമാനം അത് റിമാൻഡാണോ ജാമ്യമാണോ എന്ന് അറിയാം. ഏതായാലും ഈ ഘട്ടത്തിൽ ജാമ്യം പ്രതീക്ഷിക്കുന്നില്ല PV അൻവറെങ്കിൽ പോലും മജിസ്ട്രേറ്റിന്റെ തീരുമാനം എന്തെന്ന് ഉടൻ തന്നെ അറിയാം.